നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നാൽ ഇങ്ങനെയാണ്. ഈ കൊൽക്കത്തൻ ജയൻസിനെതിരെ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ആര് സ്കോർ ചെയ്തു പോയാലും പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കളിയിൽ തോറ്റുപോയാലും പിറകിൽ പോയാലും ഒക്കെ ഇരട്ട കരുത്തോടെ തിരികെ വരും ഈ കൊൽക്കത്തൻ വമ്പന്മാർ. തുടർച്ചയായ 3 തോൽവി നേരിടേണ്ടി വന്നതോടെ പരിശീലകനെ മാറ്റി ആന്റോണിയോ ലോപ്പസ് ഹബാസ് എന്ന പഴയ പടക്കുതിരയെയും ജോണി കൗക്കോ എന്ന പഴയ മിന്നും മധ്യനിര താരത്തെയും തിരികെ എത്തിക്കുന്നു. തുടർച്ചയായ 3 വിജയങ്ങൾ കൊയ്ത് പട്ടികയിലെ 2ാം സ്ഥാനത്തേക്ക് തകർപ്പൻ തിരിച്ചുവരവ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സ്കോർ ചെയ്തെങ്കിൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ 2 ഗോളുകൾ മടക്കി ലീഡുമായായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആദ്യ പകുതിക്ക് കളം വിട്ടത്. 2ാം പകുതിയുടെ തുടക്കത്തിൽ 50ാം മിനിറ്റിൽ ജുറിച്ചിലൂടെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വീണ്ടും ഗോൾ കണ്ടെത്തി മത്സരം സമനിലയിലെത്തിച്ചെങ്കിൽ 53ാം മിനിറ്റിൽ പെട്രാറ്റോസിലൂടെയും 57ാം മിനിറ്റിൽ മലയാളി താരം സഹൽ അബ്ദുൽ സമദിലൂടെയും ഗോളുകൾ കണ്ടെത്തിയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് 4-2 വിജയം ആഘോഷിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ജോണി കൗക്കോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം തന്നെ കാണാനായ മത്സരം. 3 അസിസ്റ്റുകളുമായി ജോണി കൗക്കോ മിന്നിയെങ്കിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലിസ്റ്റൺ കുലാസോയുടെ ഗോളും സഹൽ അബ്ദുൽ സമദിൻ്റെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കുപ്പായത്തിലെ കന്നി ഗോളും ഒക്കെ കാണാനായതോടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ വരവ് ലീഗ് ഷീൽഡിൽ നോട്ടമിട്ട് തന്നെയെന്ന് അടിവരയിട്ട പ്രകടനം തന്നെയായിരുന്നു സോൾട്ട് ലേക്കിൽ ഇന്ന് കാണാനായത്.